ഫ്രണ്ട്സ്, നമ്മുടെ ISROയുടെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വാക്കൻസിയാണ്. അപ്പോൾ അതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് സയന്റിസ്റ്റ് എഞ്ചിനീയർ, നിങ്ങൾക്ക് കൂടെ കാണാം. മെഡിക്കൽ ഓഫീസർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നേഴ്സ്, ലൈബ്രറി അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, കാരണം ഇതിൽ എല്ലാവിധ ക്വാളിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ കയറി വീഡിയോസ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അഡ്വർടൈസ്മെന്റ് നമ്പർ NRC നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇതാണ് അഡ്വർടൈസ്മെന്റ് നമ്പർ. അതോടൊപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജനുവരി 22 മുതലാണ് 22 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ വിവിധ യൂണിറ്റിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പോസ്റ്റുകൾ നോക്കാം. സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ നിങ്ങൾക്ക് കാണാം. 6 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ വരുന്ന അഗ്രികൾച്ചറാണ്. 6 വേക്കൻസി അല്ല, അത് പോസ്റ്റ് കോഡാണ് കേട്ടോ. ഞാൻ 6 വേക്കൻസി എന്നായി പോയി. 2 വേക്കൻസിയാണ് അതിൽ വേക്കൻസി ഉള്ളത് കേട്ടോ. അപ്പോൾ ലിമിറ്റഡ് വേക്കൻസികൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 2 വേക്കൻസി. ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ME or MTech ആണ് വേണ്ടത്. അതായത് നമ്മൾ BSc അഗ്രികൾച്ചർ പഠിച്ചിരിക്കണം. 4 വർഷത്തെ കോഴ്സ് നമ്മൾ BSc അഗ്രികൾച്ചർ പഠിച്ചിരിക്കണം. അതിന് ശേഷം നമുക്ക് അതിൽ ME or MTech നമുക്ക് ഈ പറയുന്ന റിമോട്ട് സെൻസിങ് ആൻഡ് GIS അല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സിലോ അതിന് തുല്യമായിട്ടുള്ള ആ ഒരു മേഖലയിൽ നമുക്ക് ME or MTech ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ പറയുന്ന 2 രീതിയിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ സെറ്റ് ആയിരിക്കണം. അതായത് ഡിഗ്രി ലെവലിൽ നമ്മൾ BSc ഇൻ അഗ്രികൾച്ചറിൽ 4 ഇയർ കോഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ME or MTech നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിമോട്ട് സെൻസിങ്, അതുപോലെ തന്നെ GIS ജിയോ ഇൻഫർമാറ്റിക്സിലൊക്കെ നമ്മൾ ഈ ME or MTech പാടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ഓക്കെ, ഇതിനടുത്തത് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ. ഇതിൽ നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് 7 ആണ്. 4 വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് BSc ലെവലിൽ നമ്മൾ ബോട്ടണി അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ ഇക്കോളജി ഇതിലേതെങ്കിലും നമ്മൾ എടുത്ത് പഠിച്ചിരിക്കണം. പ്ലസ് നമ്മൾ എന്താണ് MScയിൽ നമ്മൾ ഈ മാസ്റ്റർ ഓഫ് സയൻസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബോട്ടണി അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ഏതാണ്, പോസ്റ്റ് കോഡ് 8 ആണ്. 2 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് MSc ഇൻ ജിയോ ഇൻഫർമാറ്റിക്സ് ഓർ ഇക്വലന്റ് വിത്ത് BSc ഇൻ ഫിസിക്സ് ഓർ മാത്സ് ആണ്. അപ്പം മാത്സോ അല്ലെങ്കിൽ ഫിസിക്സിലോ നമ്മൾ ബാച്ചിലർ ഓഫ് സയൻസ് കഴിയുകയും അതോടൊപ്പം തന്നെ എന്താണ് ജിയോ ഇൻഫർമാറ്റിക്സ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഡിസിപ്ലിനിൽ നമുക്ക് എന്താണ് MSc കഴിയുകയും വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് സയൻറ്റിസ്റ്റ് നിങ്ങൾക്ക് എഞ്ചിനീയറിൽ പോസ്റ്റ് കോഡ് 9 ആണ്. 5 വേക്കൻസി ഇതിലുണ്ട്. അതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സിൽ നിങ്ങൾ BE or BTech കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തും പാടെ വേണം, ഈ പറഞ്ഞിരിക്കുന്ന റിമോട്ട് സെൻസിങ് ആൻഡ് GIS, അതുപോലെ ജിയോ ഇൻഫർമാറ്റിക്, ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ME or MTech വേണം. അപ്പോൾ BE or BTech പ്ലസ് ഈ ME MTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റ് കോഡ് 10 ആണ്. 4 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് BSc ജിയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി നമ്മൾ പഠിച്ചിരിക്കണം. പ്ലസ് നിങ്ങൾ എന്താണ് MScയും എന്താണ് ജിയോളജി, അതുപോലെ തന്നെ അപ്ലൈഡ് ജിയോളജി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനടുത്ത് സയൻറ്റിസ്റ്റിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എഞ്ചിനീയർ ഇതിലേക്ക് നിങ്ങൾക്ക് 11 ആണ് പോസ്റ്റ് കോഡ്. 4 വേക്കൻസിയാണ് കേട്ടോ. അത് സ്പെഷ്യലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജിയോ ഫിസിക്സ് ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ജിയോളജിയിലോ അല്ലെങ്കിൽ മാത്സിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറഞ്ഞിരിക്കുന്ന ജിയോ ഫിസിക്സിലോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ആ ഒരു MSc അല്ലെങ്കിൽ MSc ടെക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിൽ നിങ്ങൾക്ക് 4 വേക്കൻസിയാണ്. പോസ്റ്റ് കോഡ് 12 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾ ഈ പറയുന്ന 4 വർഷം ഡ്യൂറേഷനിൽ അഗ്രികൾച്ചർ കഴിഞ്ഞിരിക്കണം. പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രിയിൽ അതിന് തുല്യമായിട്ടുള്ള MSc മാസ്റ്റർ ഓഫ് സയൻസും കഴിഞ്ഞിരിക്കണം. നിങ്ങളെല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ നിങ്ങൾക്ക് അടുത്തത് 13 ആണ്. പോസ്റ്റ് കോഡ് 3 വേക്കൻസിയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനിങ്ങിലുള്ള BE or BTech കഴിഞ്ഞിരിക്കണം. പ്ലസ് അത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അർബൻ പ്ലാനിങ്ങിലോ അല്ലെങ്കിൽ റീജിയണൽ പ്ലാനിങ്ങിലോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ആ ഒരു മേഖലയിൽ നമുക്ക് ME or MTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിനടുത്ത സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ നിങ്ങൾക്ക് 14 ആണ്. പോസ്റ്റ് കോഡ് 3 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് പല ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന BE or BTech നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗോ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്.
അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലോ BE അല്ലെങ്കിൽ BTech നമുക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് അതിൻ്റെ സ്പെഷ്യലൈസേഷനോട് പറയുന്നുണ്ട്. വാട്ടർ റിസോഴ്സ് ഹൈഡ്രോളജി, സോയിൽ വാട്ടർ കൺസർവേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന മേഖലയിൽ നമുക്ക് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നമ്മൾ ME or MTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ ME or MTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഈ പറയുന്ന വാട്ടർ റിസോഴ്സ് സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ട് ഹൈഡ്രോളജി അല്ലെങ്കിൽ സോയിൽ വാട്ടർ കൺസർവേഷൻ ഇതിലൊക്കെ ME or MTech കഴിഞ്ഞവർ, ഇതിൽ സ്പെഷ്യലൈസേഷനോട് കൂടി ME or MTech കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ബേസിക് ആയുള്ള ഈ ബിരുദം വേണം. അതിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ ഇത് വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ME or MTech ഇത് വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ME or MTech ഈ പറയുന്ന സ്പെഷ്യലൈസേഷനോടുകൂടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിനടുത്ത് നമുക്ക് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ഇതിൻ്റെ ഓട്ടോണമസ് ബോഡിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 15 പോസ്റ്റ് കോഡ്, ഒരു വേക്കൻസി അതിൽ. അപ്പോൾ ഇതിൽ മുകളിൽ പറഞ്ഞതാ ഈ പറയുന്ന പോസ്റ്റ് കോഡ് 14ൻ്റെ സെയിം ക്വാളിഫിക്കേഷനാണ് പോസ്റ്റ് കോഡ് 15 കേട്ടോ. രണ്ടും സെയിം ക്വാളിഫിക്കേഷനാണ്. ഇതിൻ്റെ മറ്റൊരു ഓട്ടോണമസ് ബോഡിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വേക്കൻസി കേട്ടോ. അപ്പോൾ സെയിം ക്വാളിഫിക്കേഷനാണ്, നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഇതിനടുത്ത് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ നിങ്ങൾക്ക് 16 ആണ് പോസ്റ്റ് കോഡ്, 3 വേക്കൻസിയാണ് അതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിലുള്ള നിങ്ങൾക്ക് എന്താണ് BE or BTech നിങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, റിമോട്ട് സെൻസിങ് ആൻഡ് GIS അല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സ് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ME or MTech നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് രണ്ടും ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ BE അല്ലെങ്കിൽ BTech പ്ലസ് നിങ്ങൾക്ക് ME or MTech ഈ പറഞ്ഞിരിക്കുന്ന റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ GIS അല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സ് ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് മെഡിക്കൽ ഓഫീസറാണ്. ഇതിൽ നിങ്ങൾക്ക് MBBS ഒക്കെ ആണ് ഇതിൽ ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ നേഴ്സ് B ഇതിലേക്ക് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഈ പറയുന്ന 3 year ഡ്യൂറേഷനുള്ള ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് 3 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമയും കഴിഞ്ഞവർക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണെങ്കിലും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇവിടെ മറ്റേ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളതിലൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ലൈബ്രറി അസിസ്റ്റൻറ്റ് നമുക്ക് 3 വേക്കൻസിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാജുവേഷനാണ്, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഗ്രാജുവേഷൻ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഈ പറയുന്ന ലൈബ്രറി സയൻസിലോ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലോ അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി PG ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഡിഗ്രിയുടെ കൂടെ. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനിലൊക്കെ നമുക്ക് മിനിമം എന്താണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി CGPA ഒക്കെ ആണെങ്കിൽ എന്താണ് 6.5% അല്ലെങ്കിൽ 6.5 എന്ന് പറയുന്ന ആ ഒരു ഗ്രേഡ് പോയിന്റ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നോക്കാം നമുക്ക്. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന NRSCയുടെ വിവിധ എന്താണ് യൂണിറ്റിലായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്കൂടെ കാണാം. ഓക്കെ, വിവിധ യൂണിറ്റ് കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് സൗത്തിൽ നമുക്ക് ബാംഗ്ലൂരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന. അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള സാലറി കാര്യങ്ങളൊക്കെ പേ ആൻഡ് അലവൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പം സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് 89,096 രൂപ നമുക്ക് എന്താണ് സ്റ്റാർട്ടിങ് കിട്ടും കേട്ടോ. മെഡിക്കൽ ഓഫീസർ ആണെങ്കിലും അതേ എമൗണ്ട് തന്നെയാണ് കിട്ടുക. പിന്നെ നേഴ്സ് അതുപോലെ ലൈബ്രറി അസിസ്റ്റൻറ്റുകൾ 65,584 സ്റ്റാർട്ടിങ് കിട്ടുക. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമുക്ക് ഏജ് ലിമിറ്റ് അതുപോലെ റിലാക്സേഷനോട് പറയുന്നുണ്ട്. പോസ്റ്റ് കോഡ് 6 മുതൽ നിങ്ങൾക്ക് കാണാം 6, 9, 13, 14, 15, 16 ഈ പറയുന്ന പോസ്റ്റ് അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 18 to 30 ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 12/2/2024. ദെൻ 7, 8, 10, 11, 12 എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 18 to 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ 17 ആണെങ്കിൽ പോസ്റ്റ് കോഡ് 18-35, 18 ആണെങ്കിൽ നിങ്ങൾക്ക് 18-35 ഏജ് ലിമിറ്റ്. 19 പോസ്റ്റ് കോഡ് ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് 18 to 35. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് കോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് പോസ്റ്റ് കോഡ്. ജസ്റ്റ് ഞാൻ കാണിക്കുന്നതാണ്. ഓരോന്നിൻ്റെയും പോസ്റ്റ് കോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയാൽ മതി. അതിൻ്റെ നേരെയുള്ള പോസ്റ്റ് ഏതാ നോക്കിയിട്ട് നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അതിലേക്ക് എത്ര ഏജ് വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇഫക്റ്റീവ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 250 രൂപയാണ്. എന്നാൽ ഈ പറയുന്ന SC ST അതുപോലെ PWD അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സിന് എക്സ് സർവീസിനൊന്നും യാതൊരുവിധ ഫീയും കൊടുക്കണ്ട കേട്ടോ. അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും 750 രൂപ നമ്മൾ ഫീ അടയ്ക്കണം. എല്ലാവരും തുടക്കത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പം ഏത് കാറ്റഗറി ഉള്ളവരാണെങ്കിലും 750 രൂപ നമ്മൾ ഫീ അടയ്ക്കണം. എന്നാൽ ഈ പറയുന്ന വിമൻ SC ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, 750 രൂപയും അവർക്ക് എന്ത് ചെയ്യും റീഫണ്ട് ലഭിക്കും. റീഫണ്ട് എപ്പോഴാണ് ലഭിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം
എഴുതണം. അതായത് ഇതിൻ്റെ റിട്ടൺ എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവർക്ക് റീഫണ്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ റിട്ടൺ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന SC/ST അതുപോലെ PWD എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 750 നമ്മൾ അടിച്ചാൽ 750 റീഫണ്ട് ലഭിക്കും. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത മറ്റ് ഉദ്യോഗാർത്ഥികൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, EWS, OBC ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് 750 അടച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും 250 രൂപയുടെ ഫീ ആയിട്ട് പിടിക്കുകയും ബാക്കി എത്ര 500 രൂപ എന്ത് ചെയ്യും റീഫണ്ട് ലഭിക്കും കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എക്സാം എഴുതിയില്ലെങ്കിൽ ആ 750 പോകും, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ അവർക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അതത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതത് ഏജൻസി നടത്തും. അപ്പോൾ നടത്തുന്ന സമയത്ത് ഓരോരുത്തർക്കും വേണ്ട എന്താണ് സീറ്റും കാര്യങ്ങളും ക്വസ്റ്റ്യനും കമ്പ്യൂട്ടറും സെറ്റപ്പും എല്ലാം ഉണ്ടാക്കി വെച്ച് അവർ വന്നിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും അവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എന്താണ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ 750 രൂപ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഫീ റീഫണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെയാണെങ്കിലും എക്സാം പോയി എഴുതും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഫണ്ടബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം ഓൺലൈനായിട്ട്. നമ്മൾ ചെയ്യുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അതുപോലെ മറ്റ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് കോഡ് 6 to 16 നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. 17 പോസ്റ്റ് കോഡിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 18 ആണെങ്കിൽ നിങ്ങൾക്ക് നേഴ്സ് ആണെങ്കിൽ റിട്ടൺ ടെസ്റ്റ് പ്ലസ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ലൈബ്രറി അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ട്. അതാണ്. പിന്നെ അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻസ്റ്റയിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്കിൻ്റെ ID നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എക്സാം സെൻറ്റർ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് 22/1/2024 അപ്ലൈയുടെ ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി. നിങ്ങൾക്ക് February 12 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഞാനൊരു കാര്യം കാണിക്കാം. അതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരും. നാഷണൽ റിമോട്ട് സെൻസിംഗ് കൂടെ കാണാൻ പറ്റും. ഓക്കെ, NRSE റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ വന്നാൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ സൈനിങ് പേജിലാണ് വരിക. ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. ഇതിന് താഴെ നമുക്ക് കാണാൻ പറ്റും ന്യൂ യൂസർ സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യാം കേട്ടോ. ന്യൂ യൂസർ സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, പാസ്വേഡ് ഇതൊക്കെ റീടൈപ്പ് പാസ്വേഡ്, മൊബൈൽ നമ്പർ, OTP എടുത്ത് നമ്മൾ സൈൻ അപ്പ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് സൈൻ അപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഞാനിവിടെ സൈൻ അപ്പ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈൻ അപ്പ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ആക്റ്റീവ് ആക്കണം. ഓക്കെ കൊടുക്കുക. അപ്പോൾ ലോഗിൻ പേജിലേക്കാണ് വരിക. നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണിക്കണം. അത് വെരിഫൈ ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്തു. മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും NRSEയുടെ മെസ്സേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ലിങ്ക്. ഈ ലിങ്കിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതെന്ത് ചെയ്യും വെരിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മളത് വെരിഫൈ ചെയ്യാണ്ടി ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് എന്ന് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മെയിൽ ഐഡിയും കൊടുക്കുക, പാസ്വേഡും കൊടുക്കുക. ഓക്കെ, ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിൽ ID കൊടുത്തു, നമ്മൾ ഉണ്ടാക്കിയ പാസ്വേഡ് ഉണ്ടല്ലോ അതിവിടെ അടിച്ചു കൊടുത്തു. അതിന് ശേഷം ഈ ക്യാപ്ച കോഡ് അടിക്കുക. എന്നിട്ട് ഇവിടെ സെൻഡ് OTP കൊടുക്കുക. സെൻഡ് OTP കൊടുത്താൽ നമ്മുടെ മൊബൈലിലേക്ക് OTP വരും. അതെന്ത് ചെയ്യുക അവിടെ താഴത്തൊരു ബോക്സ് ഉണ്ട്, അതിൽ അടിക്കുക. എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൊടുത്തു. ഇനി ഇവിടെ ലോഗിൻ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഓരോ പോസ്റ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് വേണമെങ്കിൽ ഇവിടുന്ന് വ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓരോ പോസ്റ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ സീരിയൽ നമ്പർ 2 പോസ്റ്റ് കോഡ് 7 ആണെന്ന് വിചാരിക്കുക. സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഫോറസ്ട്രി ആൻഡ് ഇക്കോളജി ആണ് വിചാരിക്കുക. അതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ താഴെ നിങ്ങൾക്ക് കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാണിക്കും, പോസ്റ്റ് കാണിക്കും. അത് നമ്മൾ ഏതാ സെലക്ട് ചെയ്ത് കാണിക്കും. അഡ്വർടൈസ്മെൻറ്റ് വ്യൂ ചെയ്യാം. അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റൂടെ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ റീഡ് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഡിക്ലെയർ ചെയ്യാം. യെസ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മളിവിടെ ഫില്ല് ചെയ്യണം. അതിനുശേഷം ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ, മാരീഡ് ആണോ, റിസർവേഷൻ കാറ്റഗറി നമ്മൾ ഏതാഴ്ച SC/ST OBC ഏതാഴ്ച സെലക്ട് ചെയ്യാം. ഓക്കെ, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കൊടുക്കുക, ആണെങ്കിൽ യെസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിൽ ഏതാഴ്ച ബ്ലൈൻഡ് ആണോ ഡെഫ് ആണോ ഏതാഴ്ച കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ പോവുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫോം കാര്യങ്ങൾ. ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. അതിന് ശേഷം നമ്മൾ അഡീഷണൽ ആയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ആ സ്കിപ്പ് ചെയ്യാൻ. ലാസ്റ്റ് പേയ്മെൻറ്റ്. ഓക്കെ, ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. എന്താ വെച്ചാൽ നമുക്ക് റീഫണ്ട് കിട്ടാൻ വേണ്ടി അത് കറക്റ്റായിട്ട് കൊടുക്കണം. അത് നിങ്ങൾ തെറ്റിക്കരുത്, കറക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് പാടെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ജസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല, കാരണം ഇതിലേക്കൊന്നും കൂടുതൽ ആളുകൾ അപേക്ഷിച്ചോളുന്നില്ല. കാരണം MSc PG BA or BTech ME or MTech ഒക്കെ പാടെ ക്വാളിഫിക്കേഷൻ വരുന്നതുകൊണ്ടേ, അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്കിൻ്റെ ID താഴെ കൊടുത്തിട്ട് അതിൽ ഫോളോ ചെയ്ത് നമ്മൾ ചോദിക്കാവുന്നതാണ്. ഇത് മാക്സിമം നിങ്ങൾ കൂടുതലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.